വിശദമായ വാർത്തകൾ നോക്കാം. ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ പരമ്പര വിജയത്തോടെ ചരിത്രമെഴുതി ടീം ഇന്ത്യ. 4 കളികളുള്ള പരമ്പരയിൽ 2-1 ഇന്ത്യ സ്വന്തമാക്കി. 3 സെഞ്ചുറി നേടിയ ചേതേശ്വർ പൂജാരയാണ് കളിയിലെ താരം. ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര വിജയിക്കുന്ന ആദ്യ ക്യാപ്റ്റൻ എന്ന ബഹുമതിയും വിരാട് കോഹ്ലി സ്വന്തമാക്കി. വിവരങ്ങളുമായി ശ്യാം ചേരുന്നു. ശ്യാം, ഇന്ത്യയുടെ ചരിത്ര നേട്ടമാണ് ഇത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് വിരാട് കോഹ്ലി ക്യാപ്റ്റനായിട്ടുള്ള ടീമിൽ നിന്ന് ഇത്തരമൊരു ചരിത്ര നേട്ടം പിറന്നിരിക്കുന്നത്. അവന്തിക, തീർച്ചയായും ധോണിക്കും ഗാംഗുലിക്കും കഴിയാത്ത ഒരു ചരിത്ര വിജയം തന്നെയാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും സംഘവും രചിച്ചിരിക്കുന്നത്. എന്തായാലും സിഡ്നി ടെസ്റ്റിന്റെ അവസാന ദിനം മത്സരം പ്രതികൂല സാഹചര്യം മൂലം മത്സരം സമനിലയിൽ പിരിഞ്ഞതോടുകൂടി ടീം ഇന്ത്യക്ക് അർഹിച്ചിരിക്കുന്ന ഒരു വിജയം കൂടി കൈയെത്തിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ടീം ഇന്ത്യയുടെ പൊൻതൂവൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലേക്കും ഒരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുന്നു. ആദ്യ ദിനം മെൽബൺ ടെസ്റ്റിന്റെ ആദ്യ ദിനം തന്നെ ടോസ് നേടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യക്ക് ശരാശരിയുള്ള ബാറ്റിംഗ് പ്രകടനത്തെക്കാളും ഉയർന്ന നിലവാരം തന്നെയായിരുന്നു ടീം ഇന്ത്യ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ കാഴ്ചവെക്കുകയും ചെയ്തത്. ചേതേശ്വർ പൂജാര, മായങ്ക് അഗർവാൾ, അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത്, ഹനുമന്ത് ബിഹാര തുടങ്ങിയ ബാറ്റിംഗ് ലൈനപ്പോടുകൂടിയ മികച്ച ബാറ്റിംഗ് ശരാശരിയിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 622 റൺസ് എന്ന കൂറ്റൻ സ്കോറിലേക്ക് എത്തുകയും ചെയ്യുന്നു. തുടർന്ന് ഓസീസിനെ ബാറ്റിംഗിനയച്ച ടീം ഇന്ത്യ 300 റൺസ് എന്ന നിലയിലേക്ക് റൺസിലേക്ക് ചുരുട്ടിക്കെട്ടുകയും ചെയ്യുന്നു. രവീന്ദ്ര ജഡേജ, അതോടൊപ്പം തന്നെ കുൽദീപ് നയ്യറുടെ ബോളിംഗ് മികവ് തന്നെയാണ് ഇത്തരത്തിൽ 300 റൺസിലേക്ക് ടീം ഓസ്ട്രേലിയയെ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ഓസ്ട്രേലിയയെ ഫോളോ ഓൺ ചെയ്യിക്കുന്ന ഘട്ടത്തിലേക്ക് ഇന്ത്യ തള്ളിവിടുന്നു. പ്രധാനമായും ഈ ഘട്ടത്തിൽ തന്നെ ഓസീസ് മാനസികമായി തളർന്നിരുന്നു. കാരണമായി 30 വർഷത്തിന് ശേഷമാണ് സ്വന്തം മണ്ണിൽ ഓസീസ് ഇത്തരത്തിലൊരു ഫോളോ ഓൺ ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ടീം ഓസീസ് എത്തിച്ചേർന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് 3-ാം ദിനത്തിലും മഴ പ്രതികൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചതോടുകൂടി തന്നെ കളി മുന്നോട്ട് പോകാനാത്തൊരു സാഹചര്യത്തിൽ പിരിയുകയും ചെയ്തു. 4-ാം ദിനത്തിലും ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാത്ത സാഹചര്യം വരികയും 5-ാം ദിനത്തിൽ കളി ആരംഭിച്ചപ്പോൾ ഒരു ബോൾ പോലും എറിയാൻ വയ്യാത്ത ഒരു സാഹചര്യം നിന്ന് നിലവിൽ 236 റൺസ് എന്ന നിലയിലേക്കും പിന്നീട് മുന്നോട്ട് പോകാനാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മത്സരം സമനിലയിൽ കലാശിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ത്യയുടെ ബോളിംഗും ബാറ്റിംഗ് മികവും തന്നെയാണ് കൂടുതലായും ഇത്തരത്തിൽ അർഹിച്ചൊരു വിജയം ടീം ഇന്ത്യയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സഹായിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ധോണിക്കും ഗാംഗുലിക്കും കഴിയാത്ത ഒരു നേട്ടം അതുതന്നെയാണ് വിരാട് കോഹ്ലിക്കും സംഘത്തിനും ഓസീസ് മണ്ണിൽ സാധിച്ചിരിക്കുന്നത്. പേസ് ബോളിംഗും അതോടൊപ്പം തന്നെ ബാറ്റിംഗ് ലൈനപ്പും പ്രധാനമായും പറയുന്നു. മായങ്ക് അഗർവാൾ, ഋഷഭ് വിഹാരി, ഹനുമന്ത് വിഹാരി തുടങ്ങിയ അടക്കമുള്ള പ്രധാനമായി ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പ്, അതോടൊപ്പം തന്നെ ഋഷഭ് പന്തിന്റെ കൂറ്റൻ അതിവേഗ സ്കോറിംഗ് മികവിലുള്ള സെഞ്ചുറി നേട്ടം, ഇതെല്ലാം തന്നെയാണ് ടീം ഇന്ത്യക്ക് ഇത്തരത്തിലൊരു മികച്ച സ്കോർ സമ്മാനിക്കാനും ഓസീസിനെ ഇത്തരത്തിലൊരു ഫോളോ ഓൺ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ടീം ഇന്ത്യ ഓസീസിനെ എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതുമെല്ലാം തന്നെ ഇന്ത്യക്ക് അർഹിച്ചിരിക്കുന്ന ഒരു വിജയം കൂടിയാണ്. അതോടൊപ്പം ഇതിൽ പ്രധാനപ്പെട്ട പറയേണ്ട ഹൈലൈറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഋഷഭ് പന്തിന്റെ സെഞ്ചുറി നേട്ടവും അതോടൊപ്പം തന്നെ ചേതേശ്വർ പൂജാരയുടെ ഇരട്ട സെഞ്ചുറിയിലേക്കുള്ള ഒരു പോക്കിന് ഗതിവിധികൾ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നതുമാണ് പ്രധാനമായി ഈ കളിയിലെ പ്രധാന എടുത്തു പറയേണ്ട മറ്റ് അനിഷ്ട നേട്ട കോട്ടങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത്. ശരി, ശ്യാമാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. തൊഴിലില്ലായ്മയും തൊഴിൽ നഷ്ടവും ഉണ്ടാക്കിയ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ദ്വിദിന പണിമുടക്കിന് പിന്തുണയുമായി തൊഴിലാളികൾ രംഗത്തെത്തി. ബാങ്കിംഗ്, പോസ്റ്റൽ, റെയിൽവേ തുടങ്ങി സമസ്ത മേഖലകളിലും പണിമുടക്ക് പ്രതിഫലിക്കും. രാജ്യതലസ്ഥാനത്തടക്കം ടാക്സികളും പൊതുവാഹനങ്ങളും പണിമുടക്കുമെന്ന് ട്രാൻസ്പോർട്ട് തൊഴിലാളികളുടെ അഖിലേന്ത്യാ ഏകോപന സമിതി പ്രഖ്യാപിച്ചു. പണിമുടക്കിന് പിന്തുണയുമായി വടക്കുകിഴക്കൻ മേഖലയിൽ നിന്ന് നിരവധി സംഘടനകളാണ് രംഗത്തെത്തിയത്. ആൾ ഇന്ത്യ പോസ്റ്റൽ എംപ്ലോയീസ് യൂണിയൻ നാഗാലാൻഡ് ഘടകം പിന്തുണ പ്രഖ്യാപിച്ചു. സംയുക്ത സംഘടനയായ അസം മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ തുടങ്ങിയ സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. റെയിൽവേ, ഊർജം തുടങ്ങിയ സംഘടിത മേഖലയ്ക്കൊപ്പം തെരുവ് കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കും. കഴിഞ്ഞ വർഷം മാത്രം 1.1 കോടി പേർക്ക് തൊഴിൽ നഷ്ടമായെന്നാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യ എക്കോണമിയുടെ റിപ്പോർട്ട്. ഇതിനിടെയാണ് തൊഴിൽ അസ്ഥിരപ്പെടുത്തുന്ന കരാർ കേന്ദ്ര സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധിയെ മറികടക്കാൻ രൂപപ്പെടുന്ന ഐക്യത്തെ വർഗീയ ഭിന്നതകളിലൂടെ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ കുറ്റപ്പെടുത്തി. വർഷം തോറും 2 കോടി തൊഴിൽ ഉറപ്പാക്കാൻ വിഭാവനം ചെയ്ത പദ്ധതികൾ എന്നിവ എങ്ങും എത്തിയിട്ടില്ല. സുപ്രധാന തൊഴിൽ മേഖലകളെ സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവും ശക്തമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് കേരളത്തെയും ബാധിക്കും. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് 10ഓളം തൊഴിലാളി സംഘടനകളാണ്. അധ്യാപകരും ജീവനക്കാരും മോട്ടോർ തൊഴിലാളികളും ഫാക്ടറി ജീവനക്കാരും കേരളത്തിലെ പണിമുടക്കിൽ പങ്കാളികളാകും. രാജ്യത്തെ മുഴുവൻ ജീവനക്കാരുടെയും മിനിമം കൂലി 18,000 രൂപയാക്കുക, റെയിൽവേ സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക, പ്രതിരോധ മേഖലയിൽ വിദേശ നിക്ഷേപം അനുവദിക്കാതിരിക്കുക, തൊഴിലെടുക്കുന്നവർക്ക് മിനിമം 3,000 രൂപ പെൻഷൻ നൽകുക എന്നീ 12 ആവശ്യങ്ങൾ മുൻനിർത്തി രാജ്യത്തെ തൊഴിലാളികൾ ആഹ്വാനം ചെയ്ത പണിമുടക്ക് ചരിത്ര സംഭവമാകുമെന്നാണ് ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതിയുടെ ആത്മവിശ്വാസം. ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കുന്ന പണിമുടക്കിന് CITU, INTUC, AITUC, HMS, UTUC എന്നിവരോടൊപ്പം മുസ്ലിം ലീഗിന്റെ തൊഴിലാളി സംഘടനയായ STUവും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ പ്രമുഖ ട്രേഡ് യൂണിയനായ BMS പണിമുടക്കുന്നില്ല. ബാങ്കിംഗ്, പ്രതിരോധം, ഇൻഷുറൻസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ ജീവനക്കാർ, അധ്യാപകർ എന്നിവരോടൊപ്പം റോഡ് ട്രാൻസ്പോർട്ട് മേഖലയിലെ ജീവനക്കാരും അസംഘടിത തൊഴിലാളികളും പങ്കാളികളാകുന്നതോടെ കേരളം 2 ദിവസം സ്തംഭിക്കും. നിർബന്ധിച്ചാരെയും പണിമുടക്കിൽ പങ്കാളികളാക്കില്ലെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പണിമുടക്കാണ്, ഹർത്താലല്ല. വാഹനങ്ങൾ ഓടാൻ ആരും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ കരുതുന്നത്. ഇനി ഏതെങ്കിലും ഒരാൾക്ക് ഓടിച്ച് നോക്കുമെന്ന് നിർബന്ധമാണ് അതിന് ബലം പ്രയോഗിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടതുപോലുള്ള ഒരു ദൃശ്യം ഉണ്ടാക്കാനൊന്നും ഞങ്ങൾ പോവില്ല. സ്വകാര്യ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയുടെ സ്വന്തം വാഹനം അയാൾ ഓടിച്ചു പോകുന്നു, ആര് തടയാൻ പോകുന്നു? അയാളുടെ സ്വാതന്ത്ര്യം. ഹോട്ടലുകളെ പണിമുടക്കൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഹോട്ടൽ തൊഴിലാളി യൂണിയൻ ഉണ്ട് ഞങ്ങൾക്ക്, അവർ പണിമുടക്കും. ഉദാഹരണത്തിന് KTDC എംപ്ലോയീസ് യൂണിയൻ പണിമുടക്കും. അപ്പോൾ മസ്കറ്റ് ഹോട്ടലിൽ പ്രവർത്തിച്ചില്ല എന്ന് വരും. അവിടെ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് ശമ്പളമില്ലാതെ അവരെ സഹായിക്കും. അതാണ് പണിമുടക്ക് എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന തടയുക, ഏത് തൊഴിലാളികളെയും തൊഴിലുടമയ്ക്ക് തോന്നുംപടി പിരിച്ചുവിടാനുള്ള അവകാശം നൽകുന്ന കാടൻ തൊഴിൽ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി ഉയർത്തുന്നുണ്ട്. തികച്ചും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടക്കുന്ന പണിമുടക്കിൽ GSTയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന വ്യാപാരികളും പങ്കെടുക്കുമെന്നാണ് തൊഴിലാളി സംഘടനകളുടെ പ്രതീക്ഷ. മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം മേഖലയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർലമെന്റ് ശൈത്യകാല സമ്മേളനം നാളെ അവസാനിക്കും. 1 ലക്ഷം കോടി രൂപയുടെ സർക്കാർ ഓർഡർ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് നൽകിയെന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രസ്താവന തെറ്റെന്നും മന്ത്രി രാജിവെക്കണമെന്നും ലോക്സഭയിൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടേക്കും. HALന് ഓർഡർ നൽകിയതിന്റെ രേഖകൾ സഭയിൽ വയ്ക്കണമെന്നും അല്ലെങ്കിൽ രാജിവെക്കാൻ തയ്യാറാകണമെന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തിരുന്നു. അതേസമയം പരാജയപ്പെടുന്നതിനാൽ മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ കേന്ദ്ര സർക്കാർ വീണ്ടും അവതരിപ്പിച്ചേക്കില്ല. എന്നാൽ 2 പ്രവൃത്തി ദിവസങ്ങളിലും നിർബന്ധമായി സഭയിലുണ്ടാകാൻ പ്രതിപക്ഷ പാർട്ടികൾ MPമാർക്ക് വിപ്പ് നൽകിയിട്ടുണ്ട്. ബിൽ വീണ്ടും സഭയിൽ അവതരിപ്പിച്ചില്ലെങ്കിൽ വിഷയം രാഷ്ട്രീയ ആയുധമാക്കാൻ BJPയുടെയും പ്രതിപക്ഷവും ശ്രമിക്കും. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് രാജ്യാന്തര ധനസഹായ സാധ്യതകൾ പരിശോധിച്ച് നടത്തുന്ന ദ്വിദിന ഇന്റർനാഷണൽ വർക്ക്ഷോപ്പിന് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ തുടക്കം. ന്യൂട്ടൺ ബാബ ഫണ്ട്, TKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ് എന്നിവർ സംയുക്തമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് ബ്രിട്ടനുമായി കൈകോർത്ത് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാമെന്നുള്ള പരിശോധനയാണ് 2 ദിവസം നീണ്ടുനിൽക്കുന്ന രാജ്യാന്തര വർക്ക്ഷോപ്പ് ചർച്ച ചെയ്യുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ്, യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്, ന്യൂട്ടൺ ബാബ ഫണ്ട് എന്നിവർ സംയുക്തമായാണ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത്. ആദ്യ ദിനത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പഠനങ്ങൾ ചർച്ച ചെയ്തു. പ്രളയത്തിന് ശേഷം കേരളം നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ നേരിടാം എന്നതും ചർച്ചാ വിഷയമായി. ബ്രിട്ടീഷ് സർക്കാരിന്റെ രാജ്യാന്തര വികസന ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഏജൻസികളെ ആകർഷിച്ച് പ്രളയാനന്തര പുനർനിർമ്മാണ പദ്ധതികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിന്റെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവി ഡോക്ടർ PA മുഹമ്മദ് ബഷീർ പറഞ്ഞു. വി ആർ ഹോപ്പിംഗ് ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിൽ നിന്നും വീണ്ടും ഫണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് ഫണ്ടുണ്ട്, പിന്നെ വേറൊരെണ്ണമുള്ളത് GCRF എന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്ലോബൽ ചലഞ്ചസ് റിസർച്ച് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് ഫണ്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ വിനിയോഗിക്കാനായിട്ട് പറ്റേണ്ടതാണ്. ന്യൂട്ടൺ ബാബ ഫണ്ട് ഉപയോഗിച്ച് 32ലധികം പദ്ധതികൾ ഇതിനോടകം രാജ്യത്ത് നടപ്പിൽ വരുത്തുന്നുമുണ്ട്. ഏതു മേഖലയിൽ നിന്നൊക്കെ സാമ്പത്തിക സഹായം സമാഹരിച്ച് പുനർനിർമ്മാണ പ്രവർത്തനം ലക്ഷ്യപ്രാപ്തിയിലെത്താമെന്നും വർക്ക്ഷോപ്പ് സർക്കാരിനെ അറിയിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടവേള.
കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് കരുത്തു പകരാൻ മലേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം 36-അംഗ തീർത്ഥാടക സംഘമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുകയുമായി സന്നിധാനത്തെത്തിയത്. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിന് കരുത്തു പകരുവാൻ കൂടിയാണ് മലേഷ്യയിൽ നിന്നുള്ള തീർത്ഥാടക സംഘം സന്നിധാനത്തെത്തിയത്. ഗുരുസ്വാമി ശേഖരന്റെ നേതൃത്വത്തിലുള്ള 36-അംഗ സംഘം ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 70,000 രൂപ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് എൻ വിജയകുമാറിന് കൈമാറി. 36 വർഷമായി മുടങ്ങാതെ ശബരിമലയിൽ എത്തുന്നവരാണ് ഈ സംഘത്തിലെ പലരും. പമ്പയിലും പരിസര പ്രദേശങ്ങളിലും പ്രളയം വൻ നാശം വിതച്ചത് വാർത്തകളിലൂടെ ഇവർ അറിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറാൻ തീരുമാനിച്ചത്. Flood struck our Pamba. We already started collecting. The moment the flood, when we heard that the Pamba is been destroyed and all that, and Kerala badly damaged, it's not immediate fund I'm giving now. We already start collecting. So we wanted to channel to the state government. And we managed to send once, but the fund, I don't know, because of the account number or what, it was rejected. So we made our point this time when we come to Sabarimala. So we wanted to hand over to the right authority. And this much of fund we have collected. And as what we have promised inside, we will be doing more. സംഘത്തിൽ 5 സ്ത്രീകളുമുണ്ട്. സാമി അയ്യപ്പൻ റോഡിലൂടെ ഡോളി വഴി വന്ന ഇവരെ തടയാനും ഒരു സംഘം ശ്രമം നടത്തി. ഡോളി തൊഴിലാളികളാണ് ഇവർക്ക് രക്ഷകരായത്. ദുഃഖകരമായ ഈ സംഭവം മനോവേദനയ്ക്ക് ഇടയാക്കിയതായി ഈ മാളികപ്പുറങ്ങൾ വ്യക്തമാക്കി. வேதனைன்னு சொன்னாக்கா நாங்கள்லாம் மலேசியாவிலேருந்து அம்மா சாமிங்கெல்லாம் வந்திருக்கோம். 3 வருடம் வந்திருக்கோம். இவ்வளோ காலம் நாங்கள் வந்ததில் இந்த வருடம் எங்களுக்கு ரொம்ப மன கஷ்டமாயிடுச்சு. காரணம் என்னன்னா எங்களை ரொம்ப ஐடியை எடுத்து சந்தேகத்தில் எங்களை கேட்டுக்கிட்டு இருந்தாங்க. அதனால் நாங்கள் இந்த வருடம் கொஞ்சம் மன வேதனையில் தான் வந்திருக்கோம். ദുരിതാശ്വാസ നിധിയിലേക്ക് ഇനിയും സഹായം വാഗ്ദാനം ചെയ്താണ് സംഘം മലയിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. സംഘപരിവാർ ആക്രമിച്ചിട്ടും തന്റെ കർത്തവ്യം നിറവേറ്റിയ ഷാജിലെ കേരളി TV ആദരിക്കുന്നു. അതിന്റെ ചടങ്ങിലേക്ക് നമ്മുടെ ബന്ധു കൂടിയായ ശ്രീമതി ശൈല ടീച്ചർ മന്ത്രിയാണ്. ശൈല ടീച്ചർക്ക് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയും. നമ്മുടെ ഡയറക്ടർ കൂടിയായ LDF കൺവീനർ ശ്രീ A വിജയരാഘവനാണ് ചടങ്ങിലെ അധ്യക്ഷൻ. അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം പറയുന്നു. നമ്മുടെ ടീം ലീഡർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസ് ആണ് വേദിയിലുള്ള മറ്റൊരാൾ. അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെയുള്ളത് വളരെ വിദൂരതയിൽ നിന്ന് ഷാജിലയെ ആദരിക്കാനെത്തിയ അമേരിക്കയിലെ മലയാളി സംഘത്തിൻ്റെ നേതാവ് നമ്മുടെ പ്രതിനിധി കൂടിയായ ശ്രീ ജോസ് കാടാപ്പുറമാണ്. അദ്ദേഹത്തിനും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം പറയുന്നു. അദ്ദേഹത്തിനോടൊപ്പം അമേരിക്കൻ മലയാളികളുടെ ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് വേണ്ടി, ഷാജിലയ്ക്ക് അർപ്പിക്കുന്നതിന് വേണ്ടി, നമുക്ക് ആവേശം പകരുന്നതിന് വേണ്ടി എത്തിച്ചേർന്നൊരു ടീമുണ്ട്. അവർക്കും ഞാൻ സ്വാഗതം പറയുകയാണ്. അവസാനം സ്വാഗതം പറയേണ്ടത് ഈ ചടങ്ങിൻ്റെ താരമായ, ഈ ദിവസത്തെ പ്രതീകമായ ഷാജിലയ്ക്കാണ്. ഷാജിലയ്ക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഈ ചടങ്ങ് ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന കൈരളി കുടുംബത്തിലെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ആമുഖ പ്രഭാഷണത്തിനായി നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ജോൺ ബ്രിട്ടാസിനെ ക്ഷണിക്കും. പ്രിയപ്പെട്ട മന്ത്രി ശൈല ടീച്ചർ, ശ്രീ A വിജയരാഘവൻ, ജോസ്, ഈ പരിപാടിയുടെ കേന്ദ്രബന്ധു ഷാജില, ആമുഖ പ്രഭാഷണമൊന്നുമില്ല, അതിനുള്ള പ്രസക്തിയില്ല. ഇത് വളരെ ലളിതമായ ചെറിയൊരു ചടങ്ങാണ്. ഈ വളരെ ഹ്രസ്വമായ ചടങ്ങിലേക്ക് 5 മിനിറ്റിൻ്റെ പരിപാടിയേ ഉള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് ടീച്ചറെ നമ്മൾ ഈ തിരക്ക് പിടിച്ച പരിപാടികൾക്കിടയിൽ നിന്ന് കൊണ്ടുവന്നത്. നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അമേരിക്കൻ കേരളി വ്യൂവേഴ്സ് ഫോറത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഇന്ന് ഷാജിലയ്ക്ക് കൊടുക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ വന്ന ഉടൻ തന്നെ ജോസ് അമേരിക്കയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ അവാർഡ് ഇക്കുറി ഷാജിലയ്ക്കാണെന്ന് പറയും. ജോസ് മാത്രമല്ല, ജോസിനോടൊപ്പം ജോസിൻ്റെ പുത്രൻ ക്രിസ്റ്റിയും, അദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയാണ്, അദ്ദേഹവും ഈ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ ജോസിൻ്റെ സുഹൃത്ത് സജി. ഈ ഷാമില അല്ലേ?
ഷാജില ഷാമില ഈ രണ്ടുപേരും തമ്മിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇപ്പോൾ ഷാജില കഴുത്തിലൊരു വലിയൊരു കെട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം ആ കെട്ടുള്ള ആളാണ് ഷാജില എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടുപേരെയും ഞാൻ ഇവിടെ എത്രയോ കാലമായിട്ട് കാണുന്നു. ഈ രണ്ട് കുട്ടികളും നമ്മുടെ DTPയിലെ കുട്ടികളായിരുന്നു. വളരെ നിർധനരായ രണ്ട് പെൺകുട്ടികൾ. അപ്പോൾ നമ്മുടെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ശ്രീ വിജയരാഘവനൊക്കെ ഭാഗവാക്കായ കേരള TV ബോർഡ് തീരുമാനിച്ചു, DTP എന്നുള്ള സംവിധാനം വേണ്ടതില്ല, എല്ലാവരും സ്വന്തമായിട്ട് ടൈപ്പ് ചെയ്യണം. അതാണ് ഇന്നത്തെ രീതി. അങ്ങനെ വന്നപ്പോൾ DTPയിലെ ആൾക്കാർ വിചാരിച്ചു അവരുടെ തൊഴിൽ നഷ്ടപ്പെടാൻ പോകുക എന്നുള്ളത്. പക്ഷെ അവരോട് നമ്മൾ പറഞ്ഞു, ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടില്ല. എല്ലാ വെല്ലുവിളിക്കും ഒരു അവസരത്തിൻ്റെ ഒരു മറുവശമുണ്ട്, പ്രതലമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നുള്ള ഒരു വെല്ലുവിളി, ഭീഷണി വലിയൊരു സുവർണാവസരമാണ്. സുവർണാവസരം എന്നുള്ള വാക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, എന്നാലും വേണ്ടില്ല ഉപയോഗിക്കുകയാണ്. ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾ തുറന്നിടുന്നത്. പക്ഷേ എങ്കിൽ ചില ആൾക്കാർക്ക് ആശങ്കകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൈരളി TV ഡയറക്ടർ ബോർഡ് മുമ്പോട്ട് വെച്ച ആ നിർദ്ദേശത്തെ ആദ്യം സ്വാഗതം ചെയ്ത രണ്ട് കുട്ടികൾ ഈ ഷാജിലയും ഷാമിലിയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം നമ്മുടെ തീരുമാനമുണ്ടാക്കുമെന്ന് ഉള്ളൊരു പ്രമോണിഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോന്നൽ, ഒരു ഇൻഡ്യൂഷൻ അവർക്ക് ഉണ്ടായിരിക്കാം. ഒരാൾ ലൈബ്രറി തിരഞ്ഞെടുത്തു, അല്ലേ? ഒരാൾ സാധാരണഗതിയിൽ പെൺകുട്ടികൾ തിരഞ്ഞെടുക്കാൻ മടിക്കുന്ന ദൈനംദിന വാർത്താ വിഭാഗത്തിലെ ന്യൂസ് ക്യാമറ പേഴ്സൺ ആകാനുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി. അങ്ങനെ ഷാജില ഏതാനും വർഷങ്ങളായിട്ട് ഇപ്പോൾ ന്യൂസ് ക്യാമറമാനായിട്ട് ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായി എത്തിയിരിക്കില്ല. എനിക്ക് തോന്നുന്നു അടുത്ത 1-2 മാസത്തിനുള്ളിൽ അവരുടെ പ്രവർത്തനം വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ HR ഹെഡ് ആരിഫ് എന്തൊക്കെയോ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർക്കാനുള്ള പരിപാടിക്കിടയിലാണ് ഷാജില ഇപ്പോൾ പൂർണ്ണതോതിൽ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചർ രീതിയിൽ വാർത്തകളെ കാണുന്ന, ധൈര്യസമേതം വാർത്തകളെ സമീപിക്കുന്ന ആൾക്കാരുടെ പട്ടികയിലെ ഒരു താരമായിട്ട് ഷാജില മാറിയിരിക്കുകയാണ്. വലിയ അഭിമാനമുണ്ട്. ഷാജില മാത്രമല്ല അതിലൂടെ ശ്രദ്ധിക്കപ്പെട്ടത്, കൈരളി മുന്നോട്ട് വെക്കുന്ന നിരോധാർത്ഥമായിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഏട് കൂടിയാണ് അതിലൂടെ ഷാജില ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഈ വാർത്ത മുട്ടിട്ട് അത് വ്യാപിക്കുന്നതിനിടയിൽ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്കും വളരെ ചരിതാർത്ഥ്യമുള്ള കാര്യമാണ്. ആ അവാർഡിന് വേണ്ടിയിട്ട് ന്യൂയോർക്കിൽ നിന്ന് ഇവിടെ എത്തിയ ജോസിനോടുള്ള നമ്മുടെ നന്ദി പ്രകടിപ്പിക്കുന്നു. ജോസ് ഒരു സൽക്കാരപ്രിയനും ആതിഥേയനുമാണ്. കഴിഞ്ഞ വർഷം ചന്ദ്രശേഖരെ ദിവസങ്ങളോളം വീട്ടിൽ താമസിപ്പിച്ച് പരിപാലിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം കൈരളി കുടുംബത്തിൻ്റെ ഒരു അസറ്റും കൂടിയാണ് ജോസ്. അപ്പം ജോസിൻ്റെ ഈ ഒരു കർമ്മത്തിൽ ഞാൻ അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ വളരെ ചെറിയ, വളരെ തിരക്കിട്ട ഈ പരിപാടിയിൽ ഭാഗവാക്കാകാൻ വന്ന ശൈലജ ടീച്ചറോടുള്ള എൻ്റെ നിസ്സീമമായ കടപ്പാടും നന്ദി ഞാൻ അറിയിക്കട്ടെ. കൈരളിയുടെ ഒരു ഭാഗമാണ് ശൈലജ ടീച്ചർ. എങ്കിൽ പോലും അവർ വഹിക്കുന്ന ആ സ്ഥാനത്തിൻ്റെ വലിപ്പത്തിനോട് ചേരാത്ത ഒരു പരിപാടിയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഈ ഒരു കർത്തവ്യം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ എന്നുള്ളത് വലിയ മഹത്വമുള്ളതാണെന്ന് ടീച്ചർ തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ശ്രീ വിജയരാമനും പ്രത്യേകിച്ച് നന്ദി പറയേണ്ട കാര്യമില്ല. അദ്ദേഹം നമ്മുടെ കൈരളി കുടുംബത്തിൻ്റെ ഭാഗമാണ്. ഷാജിലയെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. തിരക്കുകളിലാണെങ്കിലും മലയാളത്തിൻ്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ ശ്രീ മമ്മൂട്ടി ഷാജിലയ്ക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഷാജിലയെ മമ്മൂട്ടി പ്രത്യേകിച്ച് അഭിനന്ദിക്കേണ്ട കാര്യമില്ല. ഷാജിലയ്ക്ക് അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വരെ, സാധാരണക്കാരിൽ നിന്ന് മുതൽ VIP-കളിൽ നിന്ന് വരെ, കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഏഴാങ്കടലിനപ്പുറത്ത് പോലും ഷാജിലയ്ക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ്. ഇക്കാലത്ത് ജനങ്ങളുടെ കണ്ണുകളാണ് ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറ. ആ കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കട്ടെ. അടികണ്ടിട്ടും ക്യാമറ താഴ്ത്താത്ത ഷാജില ഒരു പ്രതീകമാണ്. സത്യം ജനങ്ങളെ അറിയിക്കുമെന്ന പ്രതിബദ്ധതയുടെ പ്രതീകം.
ഷാജിലയുടെ കർമ്മബോധവും ധീരതയും ഈ കാലത്തിനാകെ മാതൃകയാണ്. ഷാജിലയെ ആക്രമിച്ചവർ ശ്രമിച്ചവരുടെ കണ്ണുകൾ അത് വഴി തുറക്കട്ടെ. കൈരളി പീപ്പിളിൻ്റെ ക്യാമറ പേഴ്സണാണ് ഷാജില എന്നത് എൻ്റെയും അഭിമാനമാണ്. ഷാജിലയ്ക്ക് എൻ്റെയും കൈരളി ഡയറക്ടർ ബോർഡിൻ്റെയും കൈരളിയുടെ മൊത്തം പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. സന്തോഷം. സ്നേഹപൂർവ്വം. മമ്മൂട്ടി. ഞാൻ നിങ്ങളുടെ ചെയർമാൻ കൂടിയാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി LDF കൺവീനർ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ശ്രീ A. വിജയരാഘവനെ ക്ഷണിക്കുന്നു. നമ്മുടെ ശൈല ടീച്ചർ, ജോൺ ബിട്ടാസ്, ജോസ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രസംഗം ഒട്ടും ആവശ്യമില്ലാത്ത ഒരു സന്ദർഭമാണിത്. നമ്മുടെ കൈരളി ചാനലിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ധീരയായ ഒരു പെൺകുട്ടിക്ക് അഭിനന്ദനം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുചേരലാണ്. നമ്മുടെ നാടിപ്പോൾ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്ത്രീകളുടെ ജനാധിപത്യ അവകാശങ്ങളും തുല്യതയും സംരക്ഷിക്കപ്പെടണമോ അതോ പൂർണ്ണമായ പുരുഷ മേധാവിത്വത്തിൻ്റെ ഇരയായി പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ എല്ലാ ഗുണവിശേഷങ്ങളുടെയും ഇരയായി സ്ത്രീയെ നിലനിർത്തണമോ എന്ന വലിയ സംവാദം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ നവോത്ഥാന പോരാട്ടങ്ങൾക്ക് ശേഷം കേരളം സാക്ഷ്യം വഹിക്കുന്ന ഉന്നതമായ ഒരു പ്രത്യശാസ്ത്ര സംവാദമാണ്. അതുമായി ബന്ധപ്പെടുത്തി രൂപപ്പെട്ട വ്യതിരിക്തമായ ശൈലിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ കാണുകയുണ്ടായി. അക്രമോത്സുകമായ തരത്തിൽ ജനാധിപത്യത്തിൻ്റെ മേലെ വലിയ തോതിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ ഉന്നത മൂല്യങ്ങളുടെ എതിർദിശയിൽ കാലത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്നവരെ, അവരുടെ പ്രവർത്തനങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കേണ്ടതുണ്ട്. പത്രപ്രവർത്തനത്തിൽ അതിനെ തമസ്കരിക്കുകയും തുറന്നു കാണിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുകയാണ്. വാർത്ത കേവലമായ രൂപത്തിൽ നൽകുകയല്ല, വാർത്തയ്ക്ക് പിന്നിലെ സന്ദേശമായും സത്യമായും നൽകുക എന്ന വലിയ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള TV ചാനലാണ് കൈരളി. ആ നിലയിലുള്ള പത്രപ്രവർത്തനം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം നടന്നതും അക്രമികളുടെ ഈ ആക്രമണത്തിന് വിധേയമായതും. ആ സമയത്തും വളരെ നല്ല നിലയിൽ തൻ്റെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി ചുമതല നിർവഹിച്ചു എന്ന നല്ല കാര്യത്തെയാണ് നമ്മളിവിടെ അഭിനന്ദിക്കുന്നത്. പത്രപ്രവർത്തനത്തിൻ്റെ ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. കഴിഞ്ഞ വർഷം എത്ര പേർ മരിച്ചു എന്നൊരു പട്ടിക ഈ 1-ാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച പത്രപ്രവർത്തകരുടെ എണ്ണം, അതിലെ റെഡ് അലർട്ടുള്ള സ്ഥലങ്ങൾ വെച്ചപ്പോൾ ഏറ്റവും കൂടുതൽ അഫ്ഗാനിസ്ഥാൻ, സിറിയ, പിന്നെ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുന്ന പ്രദേശങ്ങൾ, അങ്ങനെ ഓരോ പ്രദേശത്തുമായിട്ട് മരിച്ചുപോയവരുടെ പട്ടിക തന്നെയാണ് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഈ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്ന പോലെ വെറും ചോദ്യം ചോദിച്ച് നല്ലൊരു കുപ്പായക്കെട്ട് പിന്നെ ബാക്കിലൊരു ഡയറിയും പിടിച്ച് ഇങ്ങനെ നടക്കൽ മാത്രമല്ല, കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത്തരം അനുഭവങ്ങൾ. നമ്മൾ MD തന്നെ ഞങ്ങൾ ഒരിക്കലും ഇവിടേക്ക് അയച്ചു, ഇവിടേക്ക് ഇറാനിലേക്കാണ് അയച്ചത്. ഇറാഖിലേക്ക് ഒന്നാമത് ഇറാഖ് യുദ്ധത്തിന് തൊട്ടുമ്പാണ്. യുദ്ധം വന്നാൽ എന്താണ് പിന്നെ ഇറാഖിൽ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ MD തന്നെ വളരെ സംഘർഷ ഭൂമിയിലൊക്കെ പോയി തിരിച്ചു വന്നതാണ്. ഇവിടെയും പോയല്ലോ നമ്മൾ. എവിടെയാ ബാബരി മസ്ജിദ് തകർക്കപ്പെടും. അത് നമ്മൾ കണ്ടതിൻ്റെ ഒരു ഭാഗമാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തത്തെ ജനങ്ങളെ അറിയിക്കുക എന്നത് തന്നെയാണ്. അതിൻ്റെ പിന്നിലുള്ള സത്യത്തെ അറിയിക്കലുണ്ട്. അത് MD ചെയ്തിട്ടുള്ള ഒരു നല്ല പ്രവർത്തനമാണ്. അതിൻ്റെ തുടർച്ചയുണ്ട് കൈരളിയിൽ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമായിട്ട് ഷാജില തെളിയിച്ചിരിക്കുക. പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇങ്ങനെ പെരുമാറാനാകും എന്നുള്ള ഒരു തെളിയിക്കൽ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊന്ന് മനുഷ്യപ്പറ്റുള്ള പത്രപ്രവർത്തനം എന്ന് പറയുന്നത്. പത്രപ്രവർത്തകനാവാൻ എന്താണ് പറയുക, ലക്ഷക്കണക്കിന് ഉറുപ്പിക കൊടുത്ത് വലിയ പരിശീലനം നടത്തുന്ന സംവിധാനങ്ങൾ നാട്ടിലുണ്ട് ഇപ്പോൾ. അതൊരു
ഫാഷനും പാഷനുമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷമൊക്കെ ഫീസ് കൊടുത്ത് അവിടെ ചേർന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്ന് പഠിപ്പിച്ച് അവിടുന്ന് പുറത്തിറങ്ങുന്ന കൃത്യമായ അതിരിട്ട ഒരു പത്രപ്രവർത്തന ശൈലി പഠിച്ചിറങ്ങുന്നവരുടെ നാടാണിത്. അപ്പം ഇനി ഭാവിയിൽ അവരാണ് ഇതിനെ നിയന്ത്രിക്കാൻ പോണത്. നമുക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളും ചിലതൊക്കെ അങ്ങനത്തെ എല്ലാത്തെങ്കിലും തുടങ്ങാനാകുമെന്ന് ആലോചിക്കുന്ന സന്ദർഭമാണിത്. അപ്പം വലിയ പരിശീലനം ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവഴിച്ചുകൊണ്ട് നടത്തുന്ന ഒരു മേഖല കൂടിയാണിത്. അത്തരം ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ മനസ്സിലായത് നമ്മൾ DTP എന്നാണ് നമ്മൾ ഈ കുട്ടിയെ കണ്ടെടുത്ത് മികച്ച പത്രപ്രവർത്തകയാക്കുന്നത്. നേരത്തെ നമ്മൾ ഞങ്ങൾ ഒരാളെ ഒരു മികച്ച സാഹിത്യകാരനെ ഉണ്ടാക്കി. ആളുടെ പേര് ഞാൻ പറയുന്നില്ല. മികച്ച ഒരു കവിയാണ്. ഇപ്പോൾ മലയാളത്തിലെ അറിയപ്പെടുന്ന ഒരു കവിയെ ഞങ്ങൾ ഉണ്ടാക്കേണ്ട വിട്ടാസിന്റെ നേതൃത്വത്തിൽ സൃഷ്ടിക്കേണ്ടത് ഞാൻ പറയണ്ടല്ലേ അല്ല. അപ്പോൾ ഒരു കവി തന്നെ രൂപപ്പെട്ടു. പിന്നീട് ഒരിക്കല് ഡൽഹിയിലെ നമ്മുടെ സമയമെടുക്കുന്നില്ല, ഡൽഹിയിലെ നമ്മുടെ ഈ പ്രദർശനങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമുണ്ട്. ഡൽഹിയിൽ പെർമനന്റ് പ്രദർശനങ്ങൾ നടക്കുന്ന നമ്മുടെ ഒരു പ്രത്യേക എക്സിബിഷൻ സെന്റർ ഉണ്ട് ഡൽഹിയിൽ. അവിടെ ഒരു ദിവസം ഞാൻ പോയപ്പോൾ ഒരാളിരുന്ന് അവിടുത്തെ ക്യാൻറ്റീനിൽ വലിയൊരു വട്ടച്ചെമ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ. ഈ വട്ടച്ചെമ്പ് ഇങ്ങനെ കഴുകുകയാണ് ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തൊരു ക്രൂരമായ ജോലി. എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയതിൻ്റെ ശേഷം ഇയാൾക്ക് ചെമ്പ് കഴുകിക്കൊണ്ടിരിക്കുക നമ്മളൊരാൾ. അങ്ങനെ ആ ചെമ്പ് കഴുകുന്ന ആളെ ഞാൻ വിട്ടാസിനെ പരിചയപ്പെടുത്തുന്നുണ്ടായി. അങ്ങനെ ഞങ്ങൾ ചെമ്പ് കഴുകുന്നിടത്തുനിന്ന് അയാളെ പ്രഗതി മൈതാനിലെ ക്യാൻറ്റീനിൽ ചെമ്പ് കഴുകുന്നിടത്തുനിന്ന് ഞങ്ങൾ കണ്ടെടുത്ത ഒരാൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാധ്യമ സംവിധാനത്തിൻ്റെ സാങ്കേതിക സംവിധാനത്തിൻ്റെ ഏറ്റവും മികച്ച ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. 3 ചാനലിൽ കൂടെ എല്ലാം കടന്നുപോയി. ആദ്യം മലയാളം ചാനലിൽ കൂടി കയറി, നമ്മൾ കയറി, പിന്നെ വേറെ നിലയ്ക്ക് കയറി, പിന്നെ അതൊക്കെ ഇപ്പോൾ അനുവദനീയമാണല്ലോ. അവസാനം ഇന്ത്യയിലെ മികച്ച ഒരു ചാനലിൽ ഇപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് നടത്തുന്നുണ്ട്, പിന്നെ ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി ഇവിടെ വട്ടച്ചെമ്പ് കഴുകലായിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അതൊക്കെ കൈരളിക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള ഏറ്റവും മഹനീയമായ വസ്തുതയിൽ നമ്മൾ മനസ്സിലാക്കി പോകണം. മനുഷ്യപ്പറ്റുള്ള ഒരു രീതി നമ്മൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമാണിത്. കേവല മനുഷ്യത്വം കൊണ്ടും അല്ലെങ്കിൽ പഠനം കൊണ്ടും മാത്രം സാധ്യമാവുന്നതല്ല, തികച്ചും മനസാന്നിധ്യവും നല്ല സമർപ്പണവും കൊണ്ടേ നല്ല പത്രപ്രവർത്തനം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സമർപ്പണത്തിൻ്റെ മികവാർന്ന പത്രപ്രവർത്തന ശൈലിയുടെ ഏറ്റവും വലിയ മാതൃകകളിലൊന്നാണ് ഷൈല. അതുകൊണ്ട് അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ പ്രവർത്തനം സഹായിക്കും എന്നുള്ള വിശ്വാസത്തെ അടയാളപ്പെടുത്തി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സർ, പുരസ്കാരദാനത്തിന് മുൻപായി നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറിനെ ക്ഷണിക്കും. ബഹുമാനായിട്ടുള്ള വിജയരാഘവൻ, ജോൺ ബ്രിട്ടാസ്, ജോസ് കടാപ്പുറം, വേദിയിലെ ബഹുമാന്യരെ, സദസ്സിലെ ബഹുമാന്യരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രാവിലെ തന്നെ ഒരു നല്ല സന്തോഷമുള്ളൊരു പരിപാടിയിലാണ് എന്നെ ക്ഷണിച്ചത് എന്നുള്ളതിൽ ഞാൻ കൈരളിയോട് ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ ലേശം തിരക്ക് പറഞ്ഞത് നേരത്തെ തീരുമാനിച്ചൊരു കമ്മിറ്റി 10 മണിക്ക് ചേരാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവരോട് ഞാൻ ഇത്തിരി താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവരവിടെ ഇരിക്കും. ഇത് സാധാരണ ഈ ദൃശ്യ മാധ്യമ രംഗത്തേക്ക് പെൺകുട്ടികൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ കടന്നു വരുന്ന കാണുമ്പോൾ വലിയ സന്തോഷം മനസ്സിൽ തോന്നിയിരുന്നു. കാരണം പെൺകുട്ടികൾക്കായിട്ട് ചില ജോലികളൊക്കെ പണ്ടേ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പത്രപ്രവർത്തനം ഉണ്ടായിരുന്നില്ല. വളരെ എളുപ്പമുള്ള ജോലി. അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് വന്നാൽ തന്നെ നേരത്തെ പോലെ DTPയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള സുരക്ഷിതമായിട്ടുള്ള, അങ്ങനെയാണ് ആളുകൾ കരുതുന്നത്. അവിടെ ഇരുന്ന് ജോലി ചെയ്തോട്ടെ, പാവം ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പോലീസിലായാലും ചിലപ്പോൾ കോൺസ്റ്റബിളായി ഇൻവെസ്റ്റിഗേഷനൊന്നും പറഞ്ഞയച്ചിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ട, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അനങ്ങാണ്ട് നിന്നോട്ടെ എന്നൊക്കെ പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെപ്പോഴും പറയാറുണ്ട് പെൺകുട്ടികളോടും സ്ത്രീകളോടും, ചെയ്യുന്ന ജോലിയിൽ ഏത് റിസ്ക്കും എടുക്കാൻ തയ്യാറായി എല്ലാവരോടും ഒപ്പം ഞങ്ങൾക്കും ഇത് പറ്റും എന്ന് തെളിയിച്ചു കൊടുക്കുന്നതിനാണ് യഥാർത്ഥ അഭിമാനം എന്ന്. അത് നമ്മുടെ പെൺകുട്ടികൾ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതിൽ അങ്ങേയറ്റത്തെ അഭിമാനമുണ്ട്. ഷാജിലിയെ ഞാൻ ഇതറിഞ്ഞിട്ട് 1-2 തവണ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. നേരത്തെ ശ്രീ മമ്മൂട്ടി പറഞ്ഞതുപോലെ വെളിയിൽ നിന്നടക്കം അഭിനന്ദന പ്രവാഹമാണ്. അതിനിടയിൽ കുറച്ച് നാളെ ഷാജിലിയെ കിട്ടാൻ നല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട്
ആ അഭിനന്ദനങ്ങളെല്ലാം ഞാനിപ്പോൾ ഇവിടെ പറയുകയാണ്. ഷാജില ഒരുപാട് അഭിനന്ദിക്കുന്നു. ഈ ഷാമില എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കിയത്. സത്യം പറഞ്ഞാൽ മാറിപ്പോകുന്നുണ്ട് ശരിക്കും. എന്തായാലും അവർ രണ്ടും ട്വിൻസാണല്ലേ? അതെ. അപ്പോൾ രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഈ ട്വിൻസ് ആകുമ്പം ഭയങ്കര ബന്ധമായിരിക്കും, പരസ്പരം ഭയങ്കര സഹായമായിരിക്കും, തമ്മിലുള്ള വലിയ സഹായമായിരിക്കും. ഏതായാലും ഇവിടെ വിജയരാഘവൻ സൂചിപ്പിച്ചതുപോലെ പത്രപ്രവർത്തന മേഖല അത്ര എളുപ്പമല്ല. നമ്മുടെ സമൂഹം തന്നെ എല്ലാം മത്സരാധിഷ്ഠിതമായിട്ട് മാറിയൊരു സമൂഹമാണ്. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഏത് പ്രവൃത്തിയും ഒരുതരം മത്സരാധിഷ്ഠിതമായിട്ട് മാറുകയാണ്. മാത്രമല്ല, ഈ പ്രവർത്തനത്തിനിടയിൽ ശരി ഏതെന്ന് കണ്ടുപിടിക്കാനും ആ ശരി സമൂഹത്തെ ബോധ്യപ്പെടുത്താനും നന്നേ പാടുപെടണം. പത്രപ്രവർത്തന രംഗവും അങ്ങനെ തന്നെയാണ്. ദൃശ്യമാധ്യമ രംഗം അതിലേറെ അങ്ങനെ തന്നെയാണ്. ഇതിൽ വലിയ മത്സരം നടക്കുന്നു. ഏതാണ് തമസ്കരിക്കേണ്ടത്, ഏതാണ് പബ്ലിഷ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു മത്സരം ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എല്ലാവരും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും സമൂഹത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ചിലപ്പോൾ വെളിയിൽ വരുന്നില്ല. അതിന് പകരം എപ്പോഴും ഈ സമൂഹത്തിലൊരാധിപത്യം ചിലരുടേത് ഇങ്ങനെ സൂക്ഷിക്കണം, മറ്റുള്ളവരെല്ലാം അതിൻ്റെ കീഴിൽ അടിമകളായിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവർ പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ വെളിയിലേക്ക് വരുന്നത്. അതിൻ്റെ ഇടയിൽ ഓരോ ദിവസവും ചെന്ന് ശരി ഒപ്പിയെടുക്കാനും അത് പബ്ലിഷ് ചെയ്യാനും ശ്രമിക്കുക വലിയ ദുഷ്കരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയാണ് ഇപ്പോൾ ഷാജില ചെയ്തിട്ടുള്ളത്. ഷാജില അതിനകത്ത് ഏറ്റവും ശരിയായത് കാണിക്കാൻ, രേഖപ്പെടുത്തിയെടുക്കാൻ ഈ പൊതുജനത്തിൻ്റെ കണ്ണായി പ്രവർത്തിച്ചു എന്ന് നേരത്തെ പറഞ്ഞത് ശരിയാണ്. അതുപോലെ പ്രവർത്തിക്കുന്നതിനിടയിലാണ് വലിയ അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷെ അതിൽ പതറാതെ ഒരു യുദ്ധമുഖത്ത് പോരാളിയെ പോലെ ശരീരത്തിന് പരിക്കേറ്റാലും തൻ്റെ ഉദ്യമം വിജയിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യം, അതാണ് ഏത് പ്രവർത്തനത്തിനും ഏറ്റവും പ്രധാനമായിട്ടുള്ള നിശ്ചയദാർഢ്യം. ആ നിശ്ചയദാർഢ്യത്തോടെ അവിടെ നിന്ന് തൻ്റെ ഉത്തരവാദിത്തം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ ഉത്തരവാദിത്ത ബോധത്തിനും നിശ്ചയദാർഢ്യത്തിനും ഞാൻ ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഷാജിലയ്ക്ക്. കൂടുതലൊരു നീണ്ട പ്രസംഗം ആവശ്യമില്ല. പക്ഷേ കുറച്ച് നാളായിട്ട് കേരളത്തിൻ്റെ സമൂഹം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് ഇരിക്കുകയാണ്. എന്തിനാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൊരു ഇൻ്റർവ്യൂ ചോദിച്ചപ്പോൾ എന്തിനാണ് ഈ ബഹളം എന്ന് ചോദിച്ചു. എല്ലാവരും ചോദിക്കും എന്തിനാണ് ഈ ബഹളം. അപ്പോൾ പറഞ്ഞു ശബരിമലയിൽ അയ്യപ്പസ്വാമിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഹളമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യപ്പസ്വാമിക്ക് എന്താ മനുഷ്യരെ കണ്ടുകൂടാണ്ടുണ്ടോ? ഇപ്പോൾ ആളുകൾ ചിലപ്പോൾ നല്ല വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഭയങ്കര ഒരു മനസ്സിൽ അസ്വസ്ഥത അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചിലരുടെ കുതന്ത്രം ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അത് വ്യാഖ്യാനിച്ച് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഈ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കുന്നു. ഈ 2018 ആളുകളുടെ മനസ്സിൽ പഴയ ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ഇരുട്ട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നു എന്നുള്ളത് നമുക്ക് അസ്വസ്ഥതയോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരു ദൈവഭക്തരാണെങ്കിൽ ദൈവത്തിൻ്റെ മുന്നിൽ ചെന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ദൈവത്തിന് അത് സ്ത്രീ ആയതുകൊണ്ടോ പുരുഷനായതുകൊണ്ടോ ചില പ്രത്യേകതകൾ അങ്ങനെ അവരെ അനുഗ്രഹിക്കുന്നതിലുണ്ടാകുമോ? യഥാർത്ഥ ദൈവവിശ്വാസികൾ കരുതേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നതല്ലേ ഒരു വളരെ നല്ല ഒരു ദൈവവിശ്വാസം. അതിലേക്ക് എന്താ ഈ സാധാരണക്കാരുടെ അടക്കം മനസ്സ് പൂർണ്ണമായിട്ടും കൊണ്ടുവരാൻ കഴിയാത്തത്? അത് ചെറിയൊരു ന്യൂനപക്ഷമാണെങ്കിലും ചിലരെങ്കിലും ഈ തെറ്റായിട്ടുള്ള പ്രചരണത്തിൻ്റെ കൂടെ പോകുന്നല്ലോ. സ്ത്രീകൾ അമ്പലത്തിൽ പ്രവേശിച്ചാൽ അവിടെ അടിച്ച് തെളിച്ച് പുണ്യാഹം തെളിക്കുക എന്ന് പറയുന്നത് എന്ത് പ്രാകൃതമായിട്ടുള്ളൊരു ചിന്തയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയണം, ദൈവം എന്ന് പറയുന്ന ഒരു മഹത്തായ സങ്കല്പമാണെന്ന് ദൈവവിശ്വാസികൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അവിടെ സ്ത്രീയും പുരുഷനും ഒന്നും വ്യത്യസ്തരല്ലെന്ന്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ദൈവവിശ്വാസത്തെ മറയാക്കിക്കൊണ്ട് സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒട്ടേറെ പ്രചരണങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുകയാണ്. അപ്പം അത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ സമൂഹത്തിൽ ഇന്നുള്ള ആളുകൾ തയ്യാറായില്ലെങ്കിൽ അടുത്ത തലമുറ ജീവിക്കാൻ പോകുന്നത് വളരെ ഇരുട്ട് നിറഞ്ഞൊരു സമൂഹത്തിലായിരിക്കും. അതുകൊണ്ട് ആ ഇരുട്ട് മാറ്റാൻ വേണ്ടി, വെളിച്ചമുണ്ടാക്കാൻ വേണ്ടി പ്രയത്നിച്ചവരുടെ കൂട്ടത്തിൽ ഒരു ചെറിയ പ്രവർത്തനം ഷാജിലയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഈ ബഹളങ്ങൾക്കിടയിൽ. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ ഒരുതരം ഫാസിസ്റ്റ് ആശയം ചിലരുടെ മനസ്സിൽ ഉദിച്ച് അത് ജനങ്ങളിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്ന കഠോരമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നുണ പറയുക, ആ നുണ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ഹിറ്റ്ലർ എടുത്തിട്ടുള്ളൊരു തന്ത്രമാണ്. ഹിറ്റ്ലർ ഗീബൽസിനോട് പറഞ്ഞതും ഗീബൽസ് ജനങ്ങളോട് പറഞ്ഞതും ഇതാണ്: നിങ്ങൾ നുണ പറഞ്ഞുകൊണ്ടിരിക്കുക. നുണ പറയുമ്പോൾ സാമാന്യം വലിയ നുണ തിരഞ്ഞെടുക്കുക എന്നാണ്. എന്നിട്ടത് ലളിതമായി പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ സാമാന്യം വലിയ നുണകൾ വളരെ ലളിതമായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
നുണ 101 ആവർത്തിക്കുമ്പോൾ സത്യമാണെന്ന് ചിലരെങ്കിലും ധരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം വരികയാണ്. അതിനെ കീഴ്പ്പെടുത്തുക വളരെ എളുപ്പമല്ല, പക്ഷേ അതിനെ കീഴ്പ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. ആദ്യം ഈ നുണ പറച്ചിൽ നുണയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, വലിയ നുണയാണെന്ന് ബോധ്യപ്പെടുത്തണം, പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അത് സത്യമാകില്ല എന്ന് ബോധ്യപ്പെടുത്തണം. അതിനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഏതായാലും അത്തരമൊരു മാധ്യമ പ്രവർത്തന രംഗത്ത് വളരെ സമർത്ഥമായിട്ട് തൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച ധീരയായ ഈ പെൺകുട്ടിക്ക് ഒരുപാട് ആശംസകൾ അർപ്പിക്കാൻ, അവൾ ഈ പ്രവൃത്തിയിൽ ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ, അതെല്ലാവർക്കും മാതൃകയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവിടെ അകലെ ഇരുന്ന് ശ്രീ ജോസും സംഘവും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയെ ഇവിടെ വന്നിട്ട് ആദരിക്കാൻ തയ്യാറായതിൽ നമ്മുടെ എന്ന് പറയാം, ജോസും കൈരളിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട പെൺകുട്ടിയെ ആദരിക്കാൻ വേണ്ടി വന്നതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ട്. അവർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഞാൻ ഈ നാടിൻ്റെ മുന്നിൽ ഷാജിലയെ ആദരിക്കുന്നതിന് എൻ്റെ എല്ലാ ആദരവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഈ ഘട്ടത്തിൽ ഷാജിലയെ ആദരിക്കുന്നതിന് തയ്യാറാവുകയാണ്. ഈ നാട് മുഴുവൻ ഷാജിലയുടെ കൂടെയുണ്ട്. ഷാജിലയ്ക്ക് ഒരുപാട് ആശംസകൾ നേരുന്നുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാര ദാനച്ചടങ്ങാണ് അടുത്തതായി. പുരസ്കാരം സമ്മാനിക്കുന്നതിനായി ആരോഗ്യ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി KK ശൈലജ ടീച്ചറെയും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി നമുക്കെല്ലാം പ്രിയപ്പെട്ട ഷാജിലയെയും ക്ഷണിക്കും. നമ്മളോട് ഷാജിലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനിയരെ, ശരിക്കും പറഞ്ഞാൽ ഒരു ഔപചാരിക പ്രസംഗത്തിൻ്റെ ഒന്നും സാധ്യതകളില്ല. കൈരളി എൻ്റെ കുടുംബമാണ്. കഴിഞ്ഞ 12 വർഷമായി എൻ്റെ ജീവിതത്തിലെ കയറ്റവും ഇറക്കവും എല്ലാം ഒപ്പം നിന്നിട്ടുള്ളത് കൈരളിയാണ്. ഉള്ള ഓരോരുത്തരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ, ഒരു വർഷം മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ ഞാൻ കടന്നുപോയി. അന്ന് കൈരളിയാണ് ഫുൾ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ എല്ലാം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിച്ചതല്ല, യാദൃച്ഛികമായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. 7.5 വർഷം ഞാനിവിടെ DTP ഓപ്പറേറ്റർ വർക്ക് ചെയ്തു. പക്ഷേ ഞാൻ DTP പഠിച്ചിട്ടുള്ള ഒരാളല്ല. DTP സർട്ടിഫിക്കറ്റ് എനിക്കില്ല. ഒരു പേജ് സെറ്റ് ചെയ്യാൻ ഇപ്പോഴും എനിക്കറിയില്ല. എൻ്റെ കസിൻ്റെ കമ്പ്യൂട്ടറിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിച്ചു എന്നുള്ളതേ ഉള്ളൂ. നേരത്തെ വിജയരാഘവൻ സാർ പറഞ്ഞ പോലെ ഒരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഞാനിവിടെ DTP ഓപ്പറേറ്ററായിട്ട് ഇവർ എനിക്ക് ജോലി ചെയ്യുന്നതാണ്. ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ച് വന്നു. ഷാമിൽ അന്നേരം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ NBC എന്നോട് അന്ന് തന്നെ ജോയിൻ ചെയ്തോളാനാണ് പറഞ്ഞത്. എന്നിട്ടന്ന് ഇൻ്റർവ്യൂവിന് വന്ന് ഞാൻ 1 മണി വരെ ഇവിടെ ജോലി ചെയ്തിട്ടാണ് പോയത്. ഞാൻ ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. 1 മണിയുടെ അന്ന് കൈരളി പ്രൈം 1 മണി ഭയങ്കര പ്രധാനപ്പെട്ട ബുള്ളറ്റിനാണ്. അപ്പം അന്ന് DTP ഓപ്പറേറ്ററുടെ ഒരുപാട് കുറവുണ്ടായിരുന്ന സമയമുണ്ട്. ഞാനിരുന്ന് കുറേ ഇൻ്റർവ്യൂ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് പോയത്. അതിനുശേഷം സാർ പറഞ്ഞാൽ ഡിജിറ്റൽ വൽക്കരിച്ചതിൻ്റെ ഭാഗമായി DTP നിർത്തലാക്കി. അപ്പം ഞങ്ങൾ ജോലി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ കമ്പനി തന്നെ മുന്നോട്ട് വെച്ചൊരു ആശയമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാൻ. ഞങ്ങൾ 9 പേരുണ്ടായിരുന്നു. അവർ 8 പേരും അവർക്ക് ഇഷ്ടമുള്ള 1-2 മേഖലകൾ എഴുതി കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും എഴുതി കൊടുത്തില്ല. എനിക്കൊന്നും അറിഞ്ഞിടത്തുനിന്ന് ഞാൻ എഴുതി കൊടുക്കാമായിരുന്നു. കമ്പനിയാണ് എന്നോട് ക്യാമറ എടുത്തോളാൻ പറഞ്ഞത്. പ്രത്യേകിച്ച് ബ്രിട്ട സാർ, എനിക്കൊന്നും ഓർമ്മയുണ്ട്. അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ സാർ ചോദിച്ചു ആരോടോ ക്യാമറയില്ല. ഞാൻ ഷാമിലെ ഒരുമിച്ച് നിന്നുകൊണ്ട് സാറ് ഞങ്ങളെ തിരിച്ചറിഞ്ഞിടത്തോണ്ട് ചോദിച്ചു ആരോടോ ക്യാമറയിലേക്ക്. അപ്പം ഞാനാണ് സാർ. ശരി, പോയി രക്ഷപ്പെട്ടോ എന്നാണ് പറഞ്ഞത്. ശരിക്കും ഞാൻ അന്നേരം ഞെട്ടിരിക്കുക. ഒരു ക്യാമറ വെറുതെ പോലും എടുത്ത് നോക്കാതെ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നാണ് സാർ ഉദ്ദേശിച്ചത്. എനിക്ക് അന്ന് മനസ്സിലായില്ല. ആ വാക്കുകൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ സത്യം. ഞാൻ എല്ലാ ദിവസവും ചിന്തിക്കുന്ന കാര്യമാണ്, എനിക്ക് എന്നെക്കുറിച്ച് ഇല്ലാതിരുന്നൊരു കോൺഫിഡൻസ് ഇവർക്കൊക്കെ എങ്ങനെ എന്നെക്കുറിച്ചുണ്ടായി എന്നുള്ളത്. ജീവിതത്തിലെ എല്ലാ നന്മകളും
സങ്കടങ്ങളിലും ഇവിടെ ഉള്ളവരാണ് ഉണ്ടായിരുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ 12 വർഷമായി ഉണർന്നിരിക്കുന്നതിൻ്റെ ഭൂരിഭാഗവും ഇവിടെയാണ്. എൻ്റെ ബന്ധുക്കളോടൊപ്പമോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ചിലവഴിക്കുന്നതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് ഇവിടെ ഉള്ളവരുടെ കൂടെയാണ്. അപ്പോൾ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇവിടെയാണ്. ജീവിതത്തിൻ്റെ എന്താ പറയുക നല്ല ഭാഗം എന്ന് പറയുന്നത് 20 കഴിഞ്ഞ മുഴുവൻ ഇവിടെയാണ് ചിലവഴിച്ചത്. അപ്പോൾ അതിലെല്ലാം ഇപ്പം യാദൃച്ഛികമായിട്ടാണ് ഇപ്പോൾ ഇതും സംഭവിച്ചത്. ഞാൻ പ്ലാൻ ചെയ്താൽ എനിക്ക് ജീവിതത്തിലുണ്ടായൊരു മോശം അനുഭവം, അതൊരു ആദ്യമായിട്ടല്ല, ഒരു മാധ്യമപ്രവർത്തകർ മർദ്ദനം ഏൽക്കുന്ന ആദ്യമായിട്ടല്ല, അതിപ്പോഴും തുടരുന്നു. ഇത് എനിക്ക് മുമ്പേ നടന്നവർക്കും ഇങ്ങനെ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ മർദ്ദനം ഏറ്റിട്ടും ജോലി ചെയ്യുന്ന ആദ്യത്തെ ആളും ഞാനല്ല. പക്ഷേ എങ്കിലും അതിനൊരു സാറ് NPC സാർ നേരത്തെ പറഞ്ഞതുപോലെ അതിനൊരു പ്രതീകമായി, അതിനൊരു നിമിത്തമാവാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെയാണ് മർദ്ദനമേറ്റതിന് ശേഷവും ജോലി ചെയ്യുന്നു എന്ന് ഞാൻ കാരണം പൊതുസമൂഹം അത് ശ്രദ്ധിക്കാൻ കഴിഞ്ഞത് എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ ഇപ്പോൾ അടുത്തൊരു പുതിയൊരു പോസ്റ്റിലേക്ക് എത്തി, മാധ്യമ പ്രവർത്തക. അത് ഞാൻ പഠിച്ചിട്ടുള്ള ജോലിയല്ല. ഇപ്പോൾ എല്ലാവരും എൻ്റെ മാധ്യമ പ്രവർത്തക എന്നാണ് പറയുന്നത്. അപ്പം അതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാ യാദൃശ്ചികതകൾക്കും എല്ലാത്തിനും കാരണം ഇവിടെ ഉള്ളവരാണ്. എനിക്കും എൻ്റെ മുകളിൽ ഞാൻ പോലും അറിയാതെ ഉണ്ടാകുന്ന ഒരു ശക്തിയുടെ സ്പർശനമാണ്. അതിലെനിക്ക് സന്തോഷമുണ്ട്. എനിക്കറിയാം ഞാൻ ഏറ്റവും മികച്ച ക്യാമറ പേഴ്സണായിട്ടല്ല ഇപ്പം ലോകം എന്നെ അംഗീകരിച്ചത്, അങ്ങനെയല്ല, അത് മറ്റൊരു വഴിയിലാണ്. അപ്പം സാധാരണ ഞാൻ ലോകം മുഴുവനായിട്ട് ഞാൻ ഉരുത്തിരിഞ്ഞിട്ടൊന്നുമില്ല. ക്യാമറ എനിക്ക് അറിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഓരോ ദിവസം ഒരു ക്യാമറയ്ക്ക് ഒരു കംപ്ലയിൻറ്റ് വരുമ്പം അത് ആ നിമിഷം ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനിയും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഒരുപാട് സീനിയർ ക്യാമറാമാൻമാരുണ്ട്. എല്ലാ ദിവസവും എനിക്ക് ഉണ്ടാകുന്ന സംശയങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരൊക്കെ പരിഹരിച്ച് തരുന്നുണ്ട്. ഇനി ഒരു ക്യാമറ പേഴ്സൺ എന്ന നിലയിൽ ഇനിയും ഒരുപാട് ദൂരം ഞാൻ സഞ്ചരിക്കേണ്ടതുണ്ട്, ഇത് പഠിച്ചെടുക്കേണ്ടതുണ്ട്. പക്ഷേ ഞാൻ വേറെ ഒരു നന്നായി ക്യാമറ വർക്ക് ചെയ്തു എന്നുള്ളതല്ല ഇപ്പം സമൂഹം എന്നെ കാണുന്നത്. മറ്റൊരു തരത്തിലാണ്. ഒരു ജോലി ഞാൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനും ഞാനല്ല അതിൻ്റെ അങ്ങേയറ്റം. ഞാനൊരു നിമിത്തമായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഷജില. എല്ലാ വർഷവും കൈരളി USA വ്യൂവേഴ്സ് ഫോറം പുരസ്കാരം അർഹരായവർക്ക് നൽകുന്നുണ്ട്. കൈരളി TV അമേരിക്കൻ പ്രതിനിധി ശ്രീ ജോസ് കാടാപ്പുറമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. പുരസ്കാരത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീ ജോസ് കാടാപ്പുറത്തെ ക്ഷണിക്കും. കണ്ടോ, ഒരു നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിക്ക് ഈ ലോകത്തിൽ എന്തും സാധിക്കും എന്നുള്ളതിന് തെളിവാണ് ഷാജിലയുടെ കാര്യം. ഒരു ജോലിയും അറിയാൻ പാടില്ല, ഇല്ലാതെ തന്നെ വളരെ ശക്തമായ, ഇപ്പോൾ ഞാനിങ്ങനെ പോരുന്നതിന് മുമ്പാട് CNN ഒരു ലേഖീകരണം കണ്ടു. ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളൂ, ഇതാരാ ഇതെന്ന് ചോദിച്ചു ഈ മദാമ. അപ്പം ഞാൻ പറഞ്ഞു വലിയ ഒരു മീഡിയ പേഴ്സണാണെന്ന് പറഞ്ഞു. നമുക്കെന്തോ കുഴപ്പം, അപ്പോൾ എൻ്റെ ചാനലിലുള്ള ഒരാൾ അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു $100 തന്നു, ഇത് അവർക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു. ഇതൊക്കെയാണ് കാര്യം, പോണ പോക്ക് കണ്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വ്യൂവേഴ്സ് എല്ലാം ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുക. ഷാജിലേനെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ റെഡിയായിട്ടിരിക്കുക. അതാണ് സ്ഥിതി. ചന്ദ്രശേഖർ പോലെ ചന്ദ്രശേഖറിന് പറ്റിയ കളിപ്പ് പറയാതിരിക്കാൻ പറ്റില്ല. അമേരിക്ക വന്നു കഴിഞ്ഞാൽ സാധാരണ ഭാര്യനെ ചന്ദ്രശേഖർ കൊണ്ടാകാത്തത് കൊണ്ട് ഭാര്യയ്ക്ക് വലിയ പിണക്കായിരുന്നു. എന്നാൽ തിരിച്ചു വന്നെങ്കിലും പുള്ളിക്കാരത്തിനെ ഒന്നും മൈൻഡ് ചെയ്യണ്ടേ. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെയും ഭാര്യയുടെ പേര് മാത്രമാണ് ചന്ദ്രശേഖരൻ പറയണേ. അവസാനം പൊറുതി വിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങ് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോഴാണ് ചന്ദ്രശേഖരൻ പണി വർത്താനം നിർത്തിയത്. എന്തുവാട്ടെ, ഈ ചന്ദ്രശേഖരനെ പ്രസ് ക്ലബിൻ്റെ ആൾക്കാർ അങ്ങ് കൊണ്ടായപ്പോൾ ഓർത്തു, കൈരളി എന്നൊരു ചന്ദ്രശേഖരൻ വരും. അതിനെക്കുറിച്ചാണ് പറയാൻ പോണേ കേട്ടോ, അതിലേക്ക് ഞാൻ എത്തും, പേടിക്കണ്ട. ഏതായാലും അതിമനോഹരമായൊരു പ്രസംഗം ചന്ദ്രശേഖരൻ അവരെ നടത്തി, ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും നല്ല പാണ്ഡിത്യമൊക്കെ കൂടിയ. അപ്പോൾ ഷാജിലിനെ കൊണ്ടായാലും മോശം വരില്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ നിമിത്തം പോലെ ഉണ്ടായ ചില സംഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഒന്നോർത്ത് നോക്ക്, വളരെ പ്രതിസന്ധികൾക്കിടയിൽ ഒരാളും തൊടാൻ ആഗ്രഹിക്കാത്ത ഒരു ഘട്ടത്തിൽ ഒരു കേരളത്തിൻ്റെ സമസ്ത മേഖല ആത്മീയതയിലും സമ്പത്തിലുമൊക്കെ ശക്തയായ ഒരാളെ കൈരളി TV മാത്രമേ അതിൻ്റെ അതിങ്ങനെയല്ല, നിങ്ങൾ കാണുന്ന വെളുത്ത മുഖമല്ല അതിനുള്ളത്, അതിന് വേറൊരു മുഖമുണ്ടെന്ന് കൈരളി മാത്രമേ കാണിച്ചു കൊടുത്തുള്ളൂ.
അത് ആൾക്കാരെ ഞെട്ടിച്ചു. നിങ്ങളെല്ലാം ഓർക്കുന്നില്ലേ അത്? അതിന് ഞാൻ നിങ്ങളുടെ കൂട്ടായിരുന്നു അന്ന്. കാരണം അത്ര പ്രതിസന്ധിയാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഷാജിലേനെ ആക്രമിച്ചവരൊന്നും ഇല്ലെന്ന്. അവരൊക്കെ എന്നാ ശക്തരാണെന്നറിയോ? അവിടെ നിന്നല്ലേ ഇന്നാൾ വന്നത്. നിങ്ങൾ കേട്ടില്ലേ? ആർത്തവരക്തം ആകാശത്തിലേക്ക് പോയിട്ട് അതവിടെ തളം കെട്ടി നിന്നിട്ട് ഇത് പറഞ്ഞതാരാന്നറിയോ? അമേരിക്കയിലെ ഹാർട്ടിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റായ മലയാളി ഡോക്ടറെ പറഞ്ഞു. എന്ന് വെച്ചാൽ അത്ര അന്ധവിശ്വാസം പ്രചരിപ്പിക്കാനായിട്ട് വലിയ മികച്ച വിദ്യാഭ്യാസമുള്ളവർ വരെ തയ്യാറായിരിക്കുകയാണ്. അതാണ് ഈ വലിയ ഈ പറഞ്ഞ മത തീവ്രവാദത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശക്തികൾ ഒന്നിച്ചു കൂടിയാൽ ഏത് നുണയും ഇങ്ങോട്ട് പ്രചരിപ്പിക്കാനായിട്ട് വലിയ നാസായിലെ ശാസ്ത്രജ്ഞന്മാരെ വരെ കൂട്ടുപിടിക്കും. എന്താ ഒരവസ്ഥ! അവരൊക്കെ ഷാജിലേനെ വെറുതെ വിട്ടല്ലോ, അതും പിന്നെ ഒരു ഭാഗ്യം. അതെന്നാന്ന് ഈ കൈരളി കൊടുത്ത ഒരു കരുത്തുണ്ട്, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഈ ലോകത്ത് എവിടെ ചെന്നാലും കിട്ടില്ല. ഒന്നും അറിയാൻ പാടില്ല. അതിങ്ങ് വന്നാലും എന്തെങ്കിലും ആയി തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു കാര്യം. നിങ്ങളിൽ ചിലരെല്ലാം വിചാരിക്കും, ഓ ശമ്പളമൊക്കെ കുറവായിരിക്കും, ഇവിടെ നിന്ന് പോകാതിരിക്കും. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഇവിടെ നിന്നാൽ ഷാജിലയ്ക്ക് കിട്ടിയ പോലെ CNN ലേഖിക പറഞ്ഞ പോലെ പറയാൻ വേറൊരു ചാനലിൽ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. അത് ഇവിടെ നിന്നേ പറ്റുള്ളൂ. അങ്ങനെ കഷ്ടപ്പെട്ട് അതിനുള്ളൊരു വഴി ഇവിടെ തുറന്നിടുന്നുണ്ട്. ഇപ്പം ടീച്ചർ തന്നെ ആരോഗ്യമന്ത്രിയായിട്ടിരിക്കുക. ഈയിടെ വലിയൊരു ഷാജിലയിലേക്ക് ഞാൻ വീണ്ടും എത്തും കേട്ടോ. ടീച്ചർ വലിയ പ്രയാസപ്പെട്ട ഈ അമേരിക്കക്കാരുടെ അവാർഡ് കൊടുക്കാൻ എനിക്ക് സമയമില്ല ബ്രിട്ടാസ് എന്ന് പലതവണ പറഞ്ഞു. പക്ഷേ ടീച്ചർ വന്നപ്പോൾ ടീച്ചറിന് വലിയൊരു സന്തോഷമുള്ള വാർത്ത കിട്ടി. സാധാരണ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലേക്ക് പോകാൻ മലയാളി തന്നെ മടിക്കും. അമേരിക്കക്കാർ പിന്നെ പോയി എന്നുള്ള ഉറപ്പാണല്ലോ. എൻ്റെ മകന് 2 ദിവസം അയാൾ ഞങ്ങൾ വന്നിട്ട് ഷാജിലേക്ക് അവാർഡ് കൊടുക്കാൻ വന്നാൽ ഞങ്ങൾ ഓർക്കണം. അങ്ങനെ വന്നപ്പോൾ ഇവൻ എന്തോ ഇവിടെ വന്നപ്പോൾ പുഴമീൻ വെക്കുകയെല്ലാം കുറേ ഡോസ് കൂടുതൽ അടിച്ചു. രാത്രി ഒരു 11 മണിയായപ്പോൾ ഭയങ്കര ഛർദ്ദിൽ. അപ്പോൾ വണ്ടി കയറി ഭയങ്കര ഛർദ്ദിൽ, അത് നിൽക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആശുപത്രി കൊണ്ടപ്പോൾ പ്രൈവറ്റ് ആശുപത്രി അവൻ പറഞ്ഞു, അതുകൊണ്ട് കൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്നാവും പറഞ്ഞു. അല്ല നമുക്ക് അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. രാത്രി 11:30 ഒരു ഗവൺമെൻറ് ആശുപത്രി ചെന്നപ്പോൾ ഈ നമ്മൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോണ പോലെ കാലിലെ ചെരുപ്പെല്ലാം ഊരിയിട്ട്, അപ്പം എന്നാ ഇതെങ്ങോട്ടാണ് കയറണമെന്ന് ചോദിച്ചു ഇവൻ. അപ്പോൾ ഞാൻ ഇത് ആശുപത്രിയാന്ന് പറഞ്ഞു. അത്ര അന്തരീക്ഷം മാറിയിരിക്കുന്നു സർക്കാർ ഓഫീസ്. രാത്രി 11:30 ആ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അതിമനോഹരമായ ഒരു ഡോക്ടർ, നേഴ്സുമാർ, ഈ നിപ്പ വൈറസ് വന്ന പിന്നെ നേഴ്സുമാരെല്ലാം മൂടിപ്പൊതിഞ്ഞ് നിൽക്കണേ, അതും അവന് ഞെട്ടിച്ചു. അങ്ങനെ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാകുകയാണ്. ഇതൊക്കെ ഒരു വലിയ കാര്യമാണല്ലോ. ഇതെല്ലാം നമ്മളെല്ലാം രൂപപ്പെടുത്തിയ ഈ ഒരു മനസ്സിൻ്റെ ഇതാണ്. ഷാജിലമാർ ഈ കൈരളിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. പ്രളയ സെസ് ഏർപ്പെടുത്താൻ കേരളത്തിന് മന്ത്രിസഭാ ഉപസമിതിയുടെ അനുമതി. കേരളത്തിന് 1% വരെ സെസ് ഏർപ്പെടുത്താൻ GST കൌൺസിലിനോട് മന്ത്രിസഭാ ഉപസമിതി ശുപാർശ ചെയ്യും. ജനുവരി 10 നടക്കുന്ന GST കൌൺസിൽ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. പ്രളയ സെസ് ഏർപ്പെടുത്തണമെന്ന കാര്യം 4 മാസം മുമ്പ് തന്നെ കേന്ദ്രത്തിനോട് കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. കേരളത്തിന്റെ കൃത്യമായ ഇടപെടലിലൂടെ മന്ത്രിസഭാ ഉപസമിതി GST കൌൺസിലിനോട് പ്രളയ സെസ് ഏർപ്പെടുത്താൻ ശുപാർശ ചെയ്തിരിക്കുകയാണ്. കേരളത്തിന് 2 വർഷം വരെ 1% വരെ സെസ് ഏർപ്പെടുത്താനാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ ശുപാർശ. എന്തെല്ലാം സേവനങ്ങൾക്കും ഉൽപ്പന്നങ്ങൾക്കും സെസ് വേണമെന്നതിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാം. എത്ര ശതമാനം വെച്ച് പിരിക്കുമെന്നുള്ള കാര്യങ്ങളും ബജറ്റിൽ അവതരിപ്പിക്കുമെന്ന് തോമസ് ഐസക് മന്ത്രിസഭാ ഉപസമിതി യോഗത്തിന് ശേഷം വ്യക്തമാക്കി. കേരളത്തിന് 2 വർഷത്തേക്ക് 1% സെസ് ഏർപ്പെടുത്തുന്നതിന് അനുവദിക്കണമെന്ന് GST കൗൺസിലിനോട് റെക്കമെൻഡ് ചെയ്യുന്നതിന് ഇന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചു. ഇത് റവന്യൂ ചെലവുകൾക്ക് തികയത്തുള്ളൂ, ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ റീബിൽഡ് കേരളയിൽ മൂലധന ചെലവിനാണ് പ്രാമുഖ്യം വരുന്നത്. അതിനിപ്പോൾ ലോകബാങ്കിൻ്റെ ADB-ആയിട്ട് ചർച്ച നടത്തി 7000 കോടിയുടെ പ്രോജക്റ്റുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെ അഭ്യർത്ഥന GST കൗൺസിൽ നടത്തുന്നതിന് റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു.
വിദേശ വായ്പ എടുക്കുന്നത് ധന ഉത്തരവാദിത്ത ബില്ലിന് പുറത്തുള്ള കാര്യമായതിനാൽ തീരുമാനമെടുക്കാൻ ഉപസമിതി GST കൗൺസിലോട് ശുപാർശ ചെയ്തു. ശുപാർശ GST കൗൺസിൽ അംഗീകരിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറുകയും കേന്ദ്രം അനുഭാവപൂർവമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ കേരളത്തിന് അധിക വിദേശ വായ്പ എടുക്കാനാവും. ജനുവരി 10 നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ സെസ്സിന്റെയും അധിക വിദേശ വായ്പയുടെയും കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. 1.5 കോടി വരെ അനുമാന നികുതിയുടെ കീഴിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇതിലൂടെ കേരളത്തിലെ 80% ഇടപാടുകാരും വർഷത്തിൽ ഒരിക്കൽ റിട്ടേൺ കൊടുക്കുകയും 1% നികുതി അടയ്ക്കുകയും ചെയ്താൽ മതി. 20 ലക്ഷത്തിലധികം വിറ്റുവരവുള്ളവർക്ക് ഇപ്പോഴുള്ള 18% സർവീസ് ടാക്സ് ഇതിലൂടെ 5 മുതൽ 8% വരെ മാത്രമായി ചുരുങ്ങും. ന്യൂസ് ബ്യൂറോ, ദില്ലി. മലയൻകീഴ് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിക്ക് നേരെ RSS ആക്രമണം. മേഖലാ സെക്രട്ടറി അക്ഷയെയാണ് RSSുകാർ വീടുകയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പരിക്കേറ്റ അക്ഷയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹർത്താലുമായി ബന്ധപ്പെട്ട് മലയൻകീഴിൽ RSS പ്രവർത്തകർ വലിയ സംഘർഷം സൃഷ്ടിച്ചിരുന്നു. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേസ് നടത്തി പരാജയപ്പെട്ടവർ സംസ്ഥാന സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കിവിട്ടതിൽ സുകുമാരൻ നായർക്ക് പങ്കില്ലെന്ന് പറയാനാകുമോ എന്ന് കാനം. ഹർത്താലിൽ നടന്ന അക്രമങ്ങളെ സുകുമാരൻ നായർ എന്തുകൊണ്ട് അപലപിച്ചില്ലെന്നും സമദൂരമെന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ NSSനാകുമോ എന്നും കാനം തുറന്നടിച്ചു. ഹർത്താൽ അക്രമം തെറ്റെന്ന് പറയാനുള്ള ആർജവം സുകുമാരൻ നായർ കാണിക്കണമായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 12 വർഷക്കാലം കേസ് നടത്തി പരാജയപ്പെട്ട ആളുകൾ ആ കേസിന്റെ പരാജയം അത് വിജയമാക്കി മാറ്റാൻ നിയമപരമായ വഴികൾ സ്വീകരിക്കുന്നതിന് പകരം സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങളെ അഴിച്ചുവിട്ട് വികാരപരമായ പ്രശ്നത്തെ ഈ തലത്തിലേക്ക് എത്തിക്കുന്നതിൽ നായർ സർവീസ് സൊസൈറ്റിക്ക് ഒരു പങ്കില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ ശ്രീ സുകുമാരൻ നായർക്ക് പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എന്നെ അത്ഭുതപ്പെടുത്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ. നിങ്ങൾക്കെല്ലാം അറിയാം, ഈ കഴിഞ്ഞ 3 ദിവസക്കാലം ഈ കേരളത്തിൽ നടമാടിയ അക്രമ പ്രവർത്തനങ്ങൾ എന്റെ ബഹുമാന്യ സഹോദരൻ ജ്യേഷ്ഠൻ ശ്രീ സുകുമാരൻ നായർ ഒരു വാചകം ആ അക്രമങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കെല്ലാം വളരെ സന്തോഷമുണ്ടാകുമായിരുന്നു. അദ്ദേഹം ആരാണ് അക്രമം നടത്തിയതെന്നോ എന്താണ് നടക്കുന്നതെന്നോ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് താല്പര്യം കാണിച്ചിരിക്കുന്നത്.